നമസ്കാരം പ്രിയ സ്നേഹിതരെ, NRI ഫ്രം ജംഗിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടിൽ പോകുവാനുള്ള സമയമിങ്ങടുത്തു. കൂടിപ്പോയാൽ ഒരാഴ്ച, അപ്പോഴത്തേക്കും നാട്ടിൽ പോകുവാനാകും. ആയതിനാൽ നാട്ടിലുള്ള കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാം എന്നും കരുതി രാവിലെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ്. ഇന്ന് ജസീനയെയും അഡോണിയെയും കൂടെ കൂട്ടിയില്ല. അഡോണിയയ്ക്ക് ഇത്ര വിശാലമായ സ്ഥലങ്ങൾ കണ്ടുകഴിഞ്ഞാൽ അഡോണിയ അതിലെ കൂടെ ഓടിക്കളിക്കും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അവളുടെ പുറകെ ഓട്ടം തന്നെ ഓട്ടം. ആയതിനാൽ ഇന്ന് അവരെ രണ്ടുപേരെയും വീട്ടിലിരുത്തി ഞാൻ ഒറ്റയ്ക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. മുന്നോട്ട് പോയപ്പോൾ കണ്ട ഇന്ത്യൻ പതാകയോട് സലാം പറഞ്ഞ് യാത്ര തുടർന്നു. കുറച്ചുകൂടി മുന്നോട്ട് നടന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തുക. ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു സാധനം പോലും കണി കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഡിഗ്രിക്കോ മറ്റോ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി ഗൾഫിൽ നിന്നും കൊണ്ടുവന്ന ചോക്ലേറ്റ് കഴിക്കുന്നത്. ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും ഗൾഫിലുള്ള ആളുകൾ ആ സമയത്ത് വളരെ കുറവായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി കേട്ടോ. ഇപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്നും ഗൾഫിലുള്ള ആളുകൾ കുറേയധികമുണ്ട്. ആകാശത്ത് കൂടെ ദുബായ് പോലീസിൻ്റെ ഹെലികോപ്റ്ററാണ് പറന്നു പോകുന്നത്. ആളുകളുടെ സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായാണത്. ഈ കാണുന്ന ബോർഡ് എന്താണെന്ന് വെച്ചാൽ, ഇവിടം വരെ സൈക്കിൾ സ്കൂട്ടികൾക്ക് പ്രവേശനമുണ്ട്, എന്നാൽ മെയിൻ റോഡിലേക്ക് സൈക്കിൾ സ്കൂട്ടികൾക്ക് പ്രവേശനമില്ല. അതിനുള്ള കാരണം ഇത്രയും സ്പീഡിൽ ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങൾക്കിടയിലേക്ക് സൈക്കിളും സ്കൂട്ടിയും ഇറങ്ങുന്നത് അപകടം ക്ഷണിച്ചു വരുത്തും എന്നുള്ള മുൻകൂട്ടി കാണലിൽ കൂടെയാണ് ഗവൺമെൻറ് ആ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാണുന്ന ഈ ഡേ ടു ഡേയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് സീബ്ര ക്രോസിങ്ങിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായത്. നാട്ടിലെ പോലെയല്ല, ഇവിടെ സീബ്ര ക്രോസിങ്ങിൽ ആളുകൾക്ക് നിർത്തിക്കൊടുത്തില്ലെങ്കിൽ നല്ല 8ൻ്റെ പണി കിട്ടും. അങ്ങനെ നമ്മൾ നമ്മുടെ ഷോപ്പിൻ്റെ ഏകദേശം അടുത്ത് വരെ എത്തി. പെട്ടെന്നാണ് ബേക്കിൽ നിന്ന് ഒരു ഒച്ച കേട്ടത്. തിരിഞ്ഞു നോക്കുമ്പോൾ ചീറിപ്പാഞ്ഞു വരുന്ന ഒരു ആംബുലൻസ് ഇവിടെ തൊട്ടടുത്തുള്ള ആസ്റ്റർ ഹോസ്പിറ്റലിലേക്കോ മറ്റോ പോകുന്നതാണ്. ഇവിടെ എത്ര തിരക്കാണെങ്കിലും ആംബുലൻസുകളെ എങ്ങനെയാണ് റോഡിൽ ക്രമീകരണം ഏർപ്പെടുത്തി കൊടുക്കേണ്ടതെന്ന് UAE ഓരോ ഡ്രൈവർമാർക്കും കൃത്യമായിട്ട് അറിയാം. അങ്ങനെ നമ്മൾ നമ്മുടെ കടയുടെ കവാടത്തിങ്കിലേക്ക് എത്തിച്ചേരുകയാണ്. കരാമ എന്ന സ്ഥലത്താണ് ഈ കട ഉള്ളത്. അങ്ങനെ കടയുടെ അകത്തേക്ക് കയറാൻ വേണ്ടി നമ്മൾ പോകുന്നു. വാലന്റൈൻസ് ഡേ ആണല്ലോ വരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ കടയിൽ ഒരുക്കി വെച്ചിരിക്കുന്നു. വളരെ മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന വാലന്റൈൻസ് ഡേ ഫോട്ടോ ഫ്രെയിമുകൾ. ഇതിൽ ഒരു ഫോട്ടോ എടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ജസീന ഇല്ലാത്തതിനാൽ ആ ഉദ്യമം ഉപേക്ഷിച്ചു. ആദ്യമായി തന്നെ വാലന്റൈൻസ് ഡേക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റുകൾ സജ്ജീകരിച്ചിരിക്കുന്ന ഏരിയയിലേക്ക് പോയി വരാമെന്ന് വിചാരിച്ചു. എത്ര ഭംഗിയായിട്ടാണ് ഇവിടെ ഗിഫ്റ്റുകൾ അടുക്കി വെച്ചിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ ഗിഫ്റ്റുകളെല്ലാം പ്രിയപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിച്ചേരുവാനുള്ളതാണ്. ലിഫ്റ്റിൻ്റെ അവിടെ പോലും വാലന്റൈൻസ് ഡേക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നു. എസ്കലേറ്ററും കയറി നമ്മൾ 4ാമത്തെ നിലയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. രാവിലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു ലിസ്റ്റും ഉണ്ടാക്കി അതെല്ലാം വാങ്ങി വരണമെന്ന ഓർഡറും കയ്യിൽ തന്നിട്ടാണ് ജസീന എന്നെ ഇറക്കി വിട്ടിരിക്കുന്നത്. അതില്ലാതെ തിരിച്ചു പോയി കഴിഞ്ഞാൽ എന്താകുമെന്ന് അറിയില്ല. ജസീനയ്ക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവിടുത്തെ ഒരു കുട്ടിപ്പട്ടാളവുമുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ അഡോണിയ തന്നെ. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്ന ഏരിയയിലൂടെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കടന്നു പോകലിൻ്റെ ഇടയിൽ തന്നെ അത്യാവശ്യമായി വേണ്ട സാധനങ്ങൾ നമ്മുടെ ബാസ്ക്കറ്റിലേക്ക് എടുത്തിടുന്നുമുണ്ട് ഞാൻ. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണെങ്കിലും കാണുമ്പോൾ നല്ല ഭംഗി തോന്നുന്നു. ഈ കടയിൽ എല്ലാവിധ സാധനങ്ങളും ലഭിക്കുന്നതാണ്. ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന
സാധനങ്ങൾ കൊണ്ട് തന്നെ ഇവിടെ അലങ്കരിച്ചിരിക്കുന്നു. പോപ്പിറ്റ് ബാഗ് എടുക്കണമെന്നുള്ള ആഗ്രഹവുമായാണ് ഇവിടം വരെ എത്തിയത്. പോപ്പിറ്റ് ബാഗ് പ്രത്യേകമായി വേണ്ടത് അഡോണിയക്കാണ്. ബട്ടർഫ്ലൈ പോപ്പിറ്റ് ബാഗ് വേണമെന്നും പറഞ്ഞാണ് വിട്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ബട്ടർഫ്ലൈ പോപ്പിറ്റ് ബാഗ് ഇവിടെ ഇല്ല. പിന്നെ ബട്ടർഫ്ലൈയുടെ ഒരു പോപ്പിറ്റ് മേടിച്ച് അഡോണിയനെ സമാധാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ടോയ്സും ടെഡിബിയും എല്ലാം ഇഷ്ടം പോലെ കിട്ടുന്ന ഒരിടമാണ് ഈ കട. എന്തു ഭംഗിയാണ് ഇങ്ങനെ പല നിറത്തിലുള്ള പല സൈസിലുള്ള ടെഡി ബിയറുകൾ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ. നമ്മളെക്കാളും അപ്ഡേറ്റായിരിക്കുന്നത് കുട്ടികളാണെന്നാണ് ഈ അടുത്ത ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിലെ പെങ്ങളുടെ മോളുണ്ട് ആമിക്കുട്ടി. ആമിയെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഒടിയാത്ത ക്രയോൺസ് കൊണ്ടുവരണമെന്നാണ്. ഒടിയാത്ത ക്രയോൺ എന്ന് കേട്ടപ്പോൾ എൻ്റെ കിളി പറന്നു. എന്നാൽ കാര്യം എന്താണെന്ന് വെച്ചാൽ പെൻ പോലത്തെ ക്രയോൺ, അതായത് പെന്നിനകത്താണ് ക്രയോൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആയതിനാൽ അത് യാതൊരു കാരണവശാലും ഒഴിഞ്ഞു പോകില്ല. അങ്ങനെ ആമിക്ക് വേണ്ട സാധനങ്ങളും അഡോണിക്ക് വേണ്ട സാധനങ്ങളും മരിയക്കുട്ടിക്കും ആരോണും വേണ്ട സാധനങ്ങളും എടുത്ത് മെല്ലെ ക്രോക്കറി സെക്ഷനിലേക്കാണ് വന്നത്. ക്രോക്കറി ഐറ്റംസ് ഒന്നും വാങ്ങുവാനല്ല വന്നപ്പോൾ ജസീന പറഞ്ഞു ക്രോക്കറി ഐറ്റംസ് ഉണ്ടെങ്കിൽ എന്ന് നോക്കി വരാൻ. അങ്ങനെ ഏകദേശം പിള്ളേർക്കുള്ള സാധനവും ബാസ്ക്കറ്റിലിട്ട് ബില്ലിംഗ് കൗണ്ടറിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ആയതിനാൽ തിരക്ക് കുറച്ച് കുറവുണ്ട്. ബില്ലിങ്ങും കഴിഞ്ഞ് പുറത്തേക്കുള്ള വഴിയിലേക്ക് ഇറങ്ങാൻ നോക്കി. അയ്യോ, വഴിതെറ്റിപ്പോയി. ഇതല്ല, അത് മേലെ ലിഫ്റ്റിലേക്ക് പോകുന്ന വഴിയാണ്. ഈ കാണുന്നതാണ് പുറത്തേക്കുള്ള വഴി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി മെട്രോയെ ലക്ഷ്യമാക്കി നടക്കുകയാണ്. എന്നാൽ പിന്നെ വേറൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.